അഴിമതിയുടെ പണ്ടോരയുടെ പെട്ടി തുറന്നത് മാതിരിയുള്ള അനുഭവം, പരസ്പരം ഈ നേതാക്കൾ ഇവരെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നു, ക്യാബിനറ്റ് തീരുമാനമെടുത്ത അഴിമതി കേസുകൾ പ്രൊസീഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ അഴിമതി കൊട്ടിക്കുത്തി വാണു നേപ്പാളിലെ ഈ റിപ്പബ്ലിക്കൻ പരീക്ഷണത്തിൽ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കൂടെ. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? തീർച്ചയായിട്ടും അഴിമതി തന്നെയാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് എത്തേണ്ട പൈസ, അവരുടെ ആ ധനസമ്പത്ത് മുഴുവൻ ഒരു മുകളിൽ നിന്നും അതിൻ്റെ മുഴുവൻ അടിച്ചു മാറ്റി അവർ വിദേശത്തേക്ക് പോവുകയും നാട്ടിൽ തന്നെ വളരെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഒരു ജനങ്ങളെ ഭയമില്ലാതെ, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു അന്ന് കട്ടയം പടമാണ്. അത് ശരിയാ, ബംഗാളും ത്രിപുരയിലൊക്കെ അവർ ചിന്തിച്ചതിൻ്റെ കണ്ടത്. ഇപ്പോൾ നോക്കൂ, ഈ ദെബോയുടെ നമ്മുടെ പഴയ നേപ്പാളി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എങ്ങനെയാണ് അവിടെ എം പി ആക്കിയതെന്ന് നമുക്കറിയാം. എം പി ആക്കിയത് അവരെ പിടിച്ച് സീനിയർ മന്ത്രിയാക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബ വാഴ്ച തന്നെ. രാജാവ് പോയെങ്കിലും രാജവാഴ്ച പോലെ ഈ സ്വയം രാജാവായിട്ട് ഈ നേതാക്കളെല്ലാം, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ അവിടുത്തെ കോൺഗ്രസ്സുകാരാവട്ടെ, എല്ലാവരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ പ്രവൃത്തിയിൽ നാം കാണുന്നത്. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാൻ വേണ്ടി പോവും. മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. ഒരു ഹിന്ദു രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. പിന്നീടാണ് അവിടെ ജനാധിപത്യം വന്നത്. ആദ്യം പരിമിതമായ ജനാധിപത്യവും പിന്നീട് സമ്പൂർണ്ണമായ ജനാധിപത്യവും ഉണ്ടാവുകയായിരുന്നു. അതാണ് നേപ്പാളിലെ ചരിത്രം. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ രാജാവിന് തിരികെ വരാം, അല്ലെങ്കിൽ രാജാവിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഭരണത്തിൽ വരാം. ഇതൊക്കെ വേറൊരു രാജ്യം എന്നുള്ള നിലയിൽ ഉള്ള കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതെന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത യുവജനങ്ങൾ തെരുവിലിറങ്ങുകയും അങ്ങേയറ്റം അക്രാമകമായി അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇങ്ങനെ പ്രയോഗിച്ചാണല്ലോ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള പ്രതികാര വാജ്ഞയോടുകൂടി സർക്കാരുകളെയും ഭരണാധികാരികളെയും നേരിടുക, തകർക്കുക, ആ മോബ് ഒടുവിൽ വിജയം നേടുക എന്ന എക്സ്പെരിമെന്റ് നമ്മൾ നേപ്പാളിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു. അപ്പോൾ ഇതുപോലെ യുവാക്കളുള്ള രാജ്യമാണല്ലോ ഇന്ത്യയും. ഇതുപോലെ യുവാക്കളുള്ള രാജ്യമാണല്ലോ ഇന്ത്യയും. അപ്പോൾ ഭരണകൂടങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് ജനങ്ങളെ, യുവാക്കളെ പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ? ഇത്രയും വലിയൊരു വിഷമം എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണും. അല്ല, ഭരണം നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഭരണകൂടങ്ങൾക്ക് ജനങ്ങളെ പേടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ അത്തരത്തിലൊരു സാഹചര്യത്തിന്റെ വിദൂരമായിട്ടുള്ള സൂചനകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ്. അതിന് വെച്ച വെള്ളം വെറുതെ ചൂടാക്കണ്ട. കാരണം ഇപ്പോൾ പല ലിബറലുകളും കഴിഞ്ഞ 2 ദിവസമായിട്ട് ട്വീറ്റ് ചെയ്യുന്നതും അവർ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതും ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടി. എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല, ഇന്ത്യയിൽ അങ്ങനെയാ, ഇന്ത്യയിൽ ഇങ്ങനെയാ, വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, എന്നിട്ടും മധ്യവർഗം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ വല്ലാണ്ട് വിശ്വസിക്കുകയാണ്, അവരെന്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ വ്യാകുലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കാണുന്നുണ്ട്. നിന്റെ ഈ കുത്തിത്തിരിപ്പും കുന്തളിച്ച കച്ചവടമൊക്കെ എനിക്ക് പിടിച്ചു. പക്ഷേ അത് പാലത്തിന്റെ അക്കരെ വരെ മതി, ഇപ്പുറത്തേക്ക് വേണ്ട കേട്ടാ. അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയൊക്കെ അവരുടെ ഒരു വ്യാമോഹമായിട്ടും വൃഥാ സ്വപ്നമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക മാത്രമേ ചെയ്യുള്ളൂ. ലോകത്ത് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. തൊഴിലില്ലായ്മ കഴിഞ്ഞ ദിവസം വേൾഡ് ഇക്കണോമിക് ഫോറം പറയുന്നതനുസരിച്ചിട്ട് 2% മാത്രമാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിൽ എന്തെങ്കിലും ആകുലതകളോ വ്യാകുലതകളോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പഹൽഗാം അറ്റാക്ക് നമ്മൾ കണ്ടു. അതിനെ തുടർന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എത്ര റാഫേൽ വീണു, എത്ര റോക്കറ്റ് അല്ല, എത്രയൊക്കെ ഇവിടെ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യം, എത്ര മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. കഷ്ടം. US-ഉമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ സുഹൃത്ത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ട്രംപ് തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു വരുന്നതും താരിഫ് വാർ പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടു. വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കണ്ടു. ഇതിനെ എല്ലാത്തിനെയും അതിഗംഭീരമായിട്ട് അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് കണ്ടത്. ഇപ്പൊ
കഴിഞ്ഞ 24 മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും വലിയൊരു പരീക്ഷണത്തെയും കൂടി അതിജീവിച്ചു. ഒരു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്, അതിനെ ഗംഭീരമായിട്ട് അതിജീവിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു പൊളിറ്റിക്കലി. പക്ഷേ അത് നമുക്കിവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു കാരണവരും ഉണ്ട്. എത്രയോ മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ള കാര്യം അന്ന് തന്നെ മുൻകൂട്ടി കണ്ട് റഷ്യയും ചൈനയുമായി ചേർന്ന് മറ്റൊരു നെക്സസ് ഉണ്ടാക്കി വളരെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വശം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചോട്ടെ. 2, നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം, നേപ്പാളിൽ ഡെമോക്രസി വരുന്നവനോ, നേപ്പാളിൽ ഇനി എന്താണ് രാജഭരണമാണോ തിരിച്ചു വരുന്നത്. അത് അവരുടെ ഇന്റേണൽ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതാണ് നമുക്ക് ഗുണകരമായി വരിക എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ സാഹചര്യത്തിലെങ്കിലും നിന്റെ പഴയ തൊട്ടി സ്വഭാവം എടുക്കാതിരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്ന അതിർത്തി രാജ്യങ്ങൾ, അതിന് അഫ്ഗാനിസ്ഥാൻ ആയാലും നിലവിലെ ബംഗ്ലാദേശ് ആയിരുന്നാലും ചൈന ആയിരുന്നാലും ശരി തന്നെയാണ്. നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ശത്രുത നമ്മളോട് പുലർത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാൾ കൂടി നമുക്കൊരു തലവേദനയായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ശരിയല്ല. മാൽദീവ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാളിൽ എന്ത് വരുന്നതാണ് നമുക്ക് നല്ലത്, അതവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം മനസ്സിലായി. ഇന്ത്യക്ക് ഈ നേതൃത്വം മാറുന്നത് സന്തോഷമാണെങ്കിലും അതേസമയം ഇനി ആരാണ് വരുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇത് മാറ്റം നമുക്ക് അനുകൂലമാണോ നമുക്ക് ഗുണകരമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അത് ശരിയാ. ഒരുപക്ഷെ അമേരിക്ക ഇതിൽ മുതലെടുത്തിട്ട് അവിടെ അമേരിക്കയ്ക്ക് ഒരു കാലൂന്നാനുള്ള ഇടം അമേരിക്ക വളരെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അമേരിക്ക സക്സീഡ് ആവോ, വിജയിക്കുമോ എന്നുള്ളതാണ് ഇന്ത്യയായാലും ചൈനയായാലും കൂടുതൽ വറി ചെയ്യുന്ന കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.